പിതാവായ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയോട് കൂടിയാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തിനാ ഇന്ന് അദ്ദേഹത്തെ ഓർക്കുന്നത്? നമുക്ക് എങ്ങനെ ഗാന്ധിജിനെ അറിയാം? ബാപ്പുജിനൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാറില്ലേ? ശരിക്കും ആരാ ഗാന്ധിജി? സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത ഫ്രീഡം ഫൈറ്ററാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സ്വന്തം നാടിനു വേണ്ടി ജീവിതം സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അക്രമങ്ങളില്ലാതെ സമരം ചെയ്യാനായിരുന്നു ബാപ്പുജിക്ക് ഇഷ്ടം. എന്നിട്ടും ആ പാവത്തിന് ഒരു ഇന്ത്യക്കാരൻ ഗോഡ്സെ വെടിവെച്ചു കൊന്നു. ഇതിനായിരുന്നല്ലേ കൊന്നത്? അയാളും ഇന്ത്യക്കാരനായിരുന്നല്ലോ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ബയോഗ്രഫിയിൽ അദ്ദേഹത്തിൻ്റെ സത്യവും ധർമ്മവും അഹിംസയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും ഒരു റോൾ മോഡലാണ്. വ്യക്തിയും കുടുംബവും സമൂഹവും ഇതൊക്കെ നന്നായാൽ നമ്മുടെ ഭാരതം നന്നാവും. അന്ന് ബാപ്പുജി പഠിപ്പിച്ചു. ഫാദർ ഓഫ് നേഷനായ അദ്ദേഹം ഒരിക്കലും അധികാരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നില്ല. ഇനി ഞങ്ങളുടെ ഒരു കൊച്ചു ഗാന്ധിജിയെ കാണിച്ചു തരാം. മക്കളെ സുഖാണോ? ഗാന്ധിജി സുഖാണ്. ഞാനിങ്ങനെ കാണാൻ വന്നാണ്. ആണോ ഗാന്ധിജി? കുട്ടികളോട് ഗാന്ധി അപ്പൂപ്പൻ എന്താ പറയാനുള്ളത്? എല്ലാരും നല്ല കുട്ടികളെ ആയിരിക്കണം കേട്ടാ. നോണൊന്നും പറയാൻ പാടില്ല. അങ്ങനെയാണോ ഗാന്ധിജി അപ്പൂപ്പ? എന്റെ ജീവിതമാണ്, എന്റെ സന്ദേശമാണ്. എനിക്ക് പറയാം. ഞാൻ പോട്ടെ. കുറച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലൊരു പാട്ടും കൂടെ വരുന്നുണ്ട്. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാരാം. ഗാന്ധിജിയുടെ ജന്മദിനം ഒക്ടോബർ 2 അറിയാനായിട്ട് ഞങ്ങൾ ഒക്ടോബർ 2 എന്ന ഡേറ്റിലൂടെ ഞങ്ങൾ ഗാന്ധിജിനെ വച്ച് കാണിച്ചു തരാം. എന്നാ കമോൺ, ലെറ്റ്സ് സ്റ്റാർട്ട്. सबको सन्मति दे भगवान, ईश्वर अल्लाह तेरो नाम. सबको सन्मति दे भगवान, रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. सीताराम सीताराम बज प्यारे तू सीताराम. रघुपति राघव. ഇതാണ് ഞങ്ങൾ ഒക്ടോബർ 2 വെച്ച് വരച്ച പടം. ഇഷ്ടായോ? ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ഇനി എല്ലാവരും ഇത് ഒരു വട്ടം ശ്രമിച്ചു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.
അടുത്ത വീഡിയോ കാണുന്നത്